അച്ഛനും അമ്മയും പ്രത്യേകമായ പരാമർശത്തിലൂടെ പ്രമേയമായ ലോകത്തിലെ ഒരേ ഒരു ഗ്രന്ഥമേ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. സഹോദരങ്ങളെ മൂന്നാമത് അല്ലാഹു വസിയത്തിനൊരു കാരണം പറഞ്ഞു. ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ന. പ്രയാസത്തിന്റെ മേലെ പ്രയാസം അനുഭവിച്ചിട്ടോ, ദുഃഖത്തിന്റെ മേലെ ദുഃഖം അനുഭവിച്ചിട്ടോ, ക്ലേശത്തിന്റെ പുറത്ത് ക്ലേശം പിടികൂടിയിട്ടോ, വേദനയുടെ മേലെ വേദന സഹിച്ചിട്ടോ, ഹമലതുഹു ഉമ്മുഹു. നല്ല ഒരു ഭക്ഷണം കഴിക്കാൻ അവർക്ക് 10 മാസം കഴിഞ്ഞിട്ടില്ല. നല്ല ഒരു മീൻകറി കൂട്ടിയിട്ടോ ഒരു ഊണ് കഴിക്കാൻ നിന്റെ ഉമ്മാക്ക് കഴിയാത്ത ഒരു വർഷക്കാലയളവിനെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പ്രമേയമാക്കുകയാണടാ ചെറുപ്പക്കാരാ. ഇന്നും നീ ചീത്ത വിളിച്ച ആ മുഖമുണ്ടല്ലോ, ആ മുഖത്തിനെ എടുത്തു വെച്ചിട്ട് അല്ലാഹു പരാമർശിക്കുകയാണടാ നിന്റെ ഉമ്മയുടെ വേദനയും വിശുദ്ധമായ ഖുർആനിന്റെ പരാമർശമത്രേ. വഹ്നൻ അലാ വഹ്ന. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ. ലോകം കണ്ട ഏറ്റവും വലിയ വേദനയല്ലേ മരണത്തിനോടടുക്കുന്ന വേദനയാണെന്ന് പ്രസവത്തിനുള്ളതെന്ന് നമ്മുടെ ഉലമാക്കൾ തന്നെ വിവരിക്ക്. സഹോദരങ്ങളെ, ആധുനിക ശാസ്ത്രം തന്നെ പറഞ്ഞുവല്ലോ, 1 മുതൽ 10 വരെ വേദനയെ തരം തിരിച്ചാലോ 1 മുതൽ 3 വരെ എന്ന് പറയുന്നത് ഉറുമ്പ് കടിച്ചതുപോലുള്ള സാധാരണഗതിയിൽ പറയപ്പെടുന്ന വേദനകളായിട്ട് ആരോഗ്യ വിഭാഗം ഇതിനെ വിലയിരുത്തുമ്പോ 1 മുതൽ 3 വരെ സാധാരണ വേദനയായിട്ട് എണ്ണുമ്പോ ശക്തമായിട്ടൊരു പല്ല് വേദന വന്നാൽ, ഒരു ചെവി വേദന വന്നാൽ 4 മുതൽ 6 വരെയുള്ള കാറ്റഗറിയിൽ അവർ എണ്ണുമ്പോ വേദന 1, 2 അതിന്റെ അളവ് 10 വരെ എണ്ണിയാൽ 7 മുതൽ 9 വരെയുള്ള വേദനയിൽ എണ്ണിയതല്ലേ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അതിന്റെ 9ാമത്തെ സ്റ്റേജിലോട്ട് നമ്മൾ എണ്ണാൻ തുടങ്ങുമ്പോ ആദ്യമായി കടന്നു വരുന്ന വേദന എത്രേ? പ്രസവ വേദനയെങ്കിലും ഗർഭം ചുമന്നതോ 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ. ലോകത്ത് മരണത്തിനോടടുക്കുന്ന തന്റെ സർവ്വനാഡീ ഞരമ്പുകളും വലിഞ്ഞു മുറുകുന്ന, തന്റെ മുഴുവൻ ഞരമ്പുകൾക്കും ഇളക്കം തട്ടുന്ന, ശരീരത്തിന്റെ ഓരോ എല്ലുകളും ഒടിഞ്ഞു പോകുമോ എന്ന വേദന അനുഭവപ്പെടുന്ന അത്രയും വലിയ വേദനയുടെ ഒരു തോന്നലിലൂടെ കടന്നു പോയിട്ട് ഈ ലോകത്തിലേക്ക് നിന്നെ പെറ്റിട്ടത് നിന്റെ ഉമ്മയല്ലേ. ലോകത്തൊരാളും അനുഭവിക്കാത്ത, മരണത്തിലോട്ട് കടന്നു പോകുന്നവരല്ലാതെ മറ്റൊരാളും അറിയാത്ത അത്രമേൽ വേദനയുടെ പുറത്ത് വേദന സഹിച്ച് നിന്നെ ഗർഭം ചുമന്നിട്ട് പ്രസവിച്ച നിന്റെ ഉമ്മ, ആ ഉമ്മാനെ കുറിച്ച് അല്ലാഹു പറയുകയാണ്. ആ 10 മാസം ഒന്നും കഴിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല, ആരോഗ്യത്തോടെയൊന്നും എഴുന്നേറ്റ് നടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. നീ വയറിന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ തന്നെ നിന്റെ ഉമ്മ ആ വയറിന്റെ പുറത്ത് തലോടുകയാണ്. അവർ താരാട്ടുപാട്ട് പാടി തുടങ്ങിക്കഴിഞ്ഞല്ലോ സഹോദരാ. ഉറക്കമില്ലെങ്കിലും താരാട്ടുപാട്ടിന് കുറവുണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിക്കാതെ ശരീരം ക്ഷീണിക്കുമ്പോൾ താലോലത്തിന് കുറവുണ്ടായിരുന്നില്ല. നീ എന്ന് പറയുന്ന വലിയൊരു സ്വപ്നത്തിന് മുന്നിൽ കണ്ടിട്ട് 10 മാസം ആ വയറ്റിൽ ചുമന്ന നിന്റെ പെറ്റ തള്ളയെ കുറിച്ച്, നിന്റെ പെറ്റുമ്മയെ കുറിച്ച് അല്ലാഹു പറയുകയാ. പിന്നും ഒരു 2 വർഷം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. പകല് മുഴുവനും ഭർത്താവിന്റെ വീട്ടിലല്ലേ, ഭർത്താവിന്റെ വീട്ടിലെ പണികൾ മുഴുവനും എടുത്തിട്ടു, ഭർത്താവിന്റെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തിട്ടു.
ആ പെണ്ണ് രാത്രിയുടെ നിശബ്ദതയിലൊന്ന് മയങ്ങാമെന്നാൽ എന്റെ കുഞ്ഞിളം ചുണ്ടിലൂടെ വിരിയുന്ന ചിരി നോക്കി നിന്ന ആ ഉമ്മാന്റെ മുന്നിലേക്ക് പൊട്ടിക്കരച്ചിലുമായി പാതിരാവിന്റെ നിശബ്ദതയിൽ നീ കടന്നു വരുമ്പോ സഹോദരങ്ങളെ, പകലിലും ഉറക്കമില്ലാത്ത പെണ്ണു രാത്രിയിലും നിനക്ക് വേണ്ടിയിട്ട് ഉറക്കമൊഴിച്ചിട്ട് മുലയൂട്ടിയ ഉമ്മ നിനക്ക് വേണ്ടിയിട്ട് അമ്മിഞ്ഞ പാല് പകർന്നു തരാൻ പാതിരാത്രികളിലും ഉറക്കമൊഴിച്ച നിന്റെ ഉമ്മ ആ 2 വർഷത്തെയും അല്ലാഹു അടയാളപ്പെടുത്തി നിന്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ചുകൊണ്ട്, തന്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കുഞ്ഞു ജീവനെ കെട്ടിപ്പിടിച്ച് കിടന്നുപോയ രാപ്പകലുകളെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അടയാളപ്പെടുത്തിയിട്ട് അല്ലാഹ് പറയുകയാണ്, വവസ്സൈനൽ ഇൻസാൻ. മുസ്ലിമേ, നിന്നോട് മാത്രമല്ല ഈ മനുഷ്യകുലത്തിന്റെ മുന്നിലാണടാ ഞാൻ വസിയ്യത്ത് ഇറക്കുന്നത്. ഇതെന്റെ നിർദ്ദേശമാണ്, പാലിക്കപ്പെടേണ്ട വസിയ്യത്താണ്. അനിഷ്കുറുലീ, നിന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച, നിനക്ക് അന്നം തരുന്നതിന്റെ പേരിലും നിന്നെ പടച്ചതിന്റെ പേരിലും നീ എനിക്ക് നന്ദി ചെയ്യണേ അടിമേ. ഇത് എന്റെ ഒരു വസിയ്യത്താണ്. രണ്ടാമതൊരു വസിയ്യത്ത് കൂടി എനിക്കുണ്ട്. വലിവാലിദൈക, നിന്നെ പെറ്റ ഉമ്മ അന്ന് തൊട്ടുന്നോളം നിന്നെ പോറ്റാൻ സൂര്യനെ മാനിക്കാതെ, കൊടും ചൂടിനെ മാനിക്കാതെ, കൊടും തണുപ്പിനെ മാനിക്കാതെ, പാതിരാത്രി എന്നില്ല, പട്ടാ പകലെന്നില്ല, നിന്റെ ജീവിതത്തെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വീട് വിട്ടിറങ്ങി അധ്വാനത്തിലെ വ്യാപൃതനായ നിന്റെ വാപ്പാ, അവരോടും നിനക്കൊരു നന്ദി ഉണ്ടാകണമെന്ന്. അനിഷ്കുറുലി, പടച്ചോനായ എന്നോടും വലിവാലിദൈക, നിന്നെ നെഞ്ചിനോട് ചേർത്ത് വെച്ച് കിടന്നുപോയ നിന്റെ ഉമ്മയോടും വാപ്പയോടും നിനക്കൊരു നന്ദി ഉണ്ടാകണമെന്നു. അവരോടും എന്നോടും നീ നന്ദി കെട്ടവനാകരുതെന്നു. വവസ്സൈനൽ ഇൻസാൻ, അല്ലാഹുവിന്റെ വസിയ്യത്ത് അത്രേ. അല്ലാഹു സ്വീകരിക്കട്ടെ.